വെയിൽ കൊള്ളുന്നത് നല്ലതാണോ? ഇനി കൊള്ളുകയാണെങ്കിൽ തന്നെ രാവിലത്തെ വെയിലാണോ? ഉച്ചക്കത്തെ വെയിലാണോ? അല്ലെങ്കിൽ ഈവനിങ്ങിലെ ചെറിയ വെയിലാണോ നല്ലതെന്നൊക്കെ. ഈ സൺലൈറ്റ് നമ്മുടെ ഹെൽത്തുമായിട്ട് പല ആസ്പെക്ട്സും ഉണ്ട്. അതിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒന്ന് വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷനും രണ്ടാമത്തേത് സ്കിൻ ക്യാൻസറുമാണ്. അപ്പോൾ വൈറ്റമിൻ ഡി ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ ബോഡിയിൽ അൾട്രാ വയലറ്റ് ബി റേസിൻ്റെ ഒരു എക്സ്പോഷറാണ്. അപ്പോൾ നമുക്ക് ബോഡിയിൽ വൈറ്റമിൻ ഡി സിന്തസിസ് നടക്കുന്നത്. അതല്ലാണ്ട് വൈറ്റമിൻ ഡി നമുക്ക് ഡയറ്ററി ആയിട്ട് നമുക്ക് എന്താ പറയുക നമ്മുടെ ഫുഡിൽ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പോൾ ഉച്ചക്കത്തെ എന്താ പറയുക മിഡ് ഡേയിലുള്ള ലൈറ്റിലാണ് അൾട്രാ വയലറ്റ് ബി ഉള്ളത്. അത് ഒരു ഹാഫ് അവർ ഒക്കെ കിട്ടുമ്പോഴാണ് എക്സ്പോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വൈറ്റമിൻ ഡി സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി ഉണ്ടാക്കലാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ രാവിലത്തെ ഈ ഇളം വെയിൽ കൊണ്ടിട്ട് കാര്യമില്ല. എന്തായാലും ഉച്ചക്കത്തെ വെയിൽ തന്നെയാണ് വേണ്ടത്. പക്ഷേ കുറച്ച് സമയം. പക്ഷേ ഇതിനൊരു പ്രോബ്ലം ഉണ്ട്. ഇതേ ലൈറ്റ് തന്നെയാണ് അൾട്രാ വയലറ്റ് എയും അൾട്രാ വയലറ്റ് ബിയും ഒക്കെ ഉള്ളത്. ഇതാണ് സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുന്നത്. ഈ അൾട്രാ വയലറ്റ് രശ്മികളാണ് സ്കിൻ ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ. സൺ എക്സ്പോഷറാണ്. നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ ആവശ്യമായ സൺ എക്സ്പോഷർ നമുക്ക് ഉണ്ടാവുകയും വേണം. എന്നാലോ ക്യാൻസർ ഉണ്ടാവാൻ പാകത്തിലുള്ള സൺ എക്സ്പോഷർ നമുക്ക് ഉണ്ടാവാനും പാടില്ല. അതായത് ആഴ്ചയിൽ 1-2 ദിവസങ്ങളിൽ 2-3 ദിവസങ്ങളിൽ കുറച്ച് സമയത്തേക്ക് സൺ എക്സ്പോഷർ നല്ലതാണ്. അല്ലാതെ കൂടുതൽ സമയം സൺ എക്സ്പോസ്ഡ് ആവുന്നത് അത്ര നല്ലതല്ല. അങ്ങനെ കൂടുതൽ സണ്ണി ഏരിയയിലേക്ക് പോകുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ടൂറിനൊക്കെ പോകുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നല്ല സൺ എക്സ്പോഷർ ഉള്ള സ്ഥലത്താണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഇത്തരം അൾട്രാ വയലറ്റ് രശ്മികൾ അത് പ്രൊട്ടക്ട് ചെയ്യും. SPF 30 ഓർ ഹയർ അല്ലെങ്കിൽ SPF 50 എങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സൺസ്ക്രീനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്.